ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിംഗ് സീരിയൽ. ഞാനിന്നിവിടെ പാടാത്ത പൈങ്കിളി സീരിയലിലെ 23 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയൽ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിംഗ് സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തനൂജയുടെ കുതന്ത്രങ്ങൾ ദേവ കൈയോടെ പൊക്കി കൺമണിയുടെ കാമുകനെന്ന് അവകാശപ്പെട്ട് വന്നയാളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുകയാണ്. അടിച്ച് ചതച്ച അവസ്ഥയിലായിരുന്നു അയാൾ ആ സത്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതെല്ലാം കേട്ട ആനന്ദ് വർമ്മ തനൂജയെ വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പറയുന്നു. ഇന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. ശേഷം അരവിന്ദിനോടും വിജയോടും ഇത്തരം കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നതിനും ഭാര്യമാരെ തല്ലാൻ ആവശ്യപ്പെടുന്നു. കിട്ടിയ തക്കം മുതലാക്കി അരവിന്ദും വിജയനും സ്വപ്നയെ അനന്യയും തല്ലുന്നു. ശേഷം കാണിക്കുന്നത് തന്നെ തല്ലിയതിന് സ്വപ്ന അരവിന്ദിനോട് പ്രതിഷേധം കാണിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ തല്ലിയതിനും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ അരവിന്ദിനെ കൊണ്ട് ഏത്തം ഇടിയിക്കുമെന്ന് സ്വപ്ന പറയുമ്പോൾ, വേണമെങ്കിൽ റൂമിൽ വെച്ച് ഏത്തമിടാമെന്നും റൂമിൽ വെച്ച് തന്നെ തല്ലണമെങ്കിൽ തല്ലിക്കൊള്ളാനും, എന്നാൽ റൂമിന് വെളിയിൽ വെച്ച് തന്നെ അപമാനിക്കരുതെന്ന് അരവിന്ദ് പറയുന്നു. ഇനി ഇതുപോലെ ആവർത്തിക്കരുതെന്നും ഇനി ഇതുപോലെ ചെയ്താൽ തന്നെ അടിക്കുന്ന ഒരടിക്ക് പകരം 2 അടി തിരിച്ചു തരുമെന്നും സ്വപ്ന പറയുന്നു. ഇതേ സാഹചര്യം തന്നെയാണ് അനന്യയുടെ മുറിയിലും അരങ്ങേറിയത്. അനന്യ വിജയോട് തന്നെ തല്ലിയതിനെ ചൊല്ലി സംസാരിക്കുന്നു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ലെന്നും പറഞ്ഞ് വിജയ് തടിയൂരാൻ നോക്കുന്നുണ്ടെങ്കിലും അനന്യ വിടാൻ തയ്യാറല്ലായിരുന്നു. ഇതിന് പകരം എന്തായാലും ചോദിച്ചിരിക്കുമെന്നും സ്വപ്നയുടെ മുറിയിലേക്ക് താൻ പോകുന്നതെന്നും പറഞ്ഞു അനന്യ ഇറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് രവിയും മകളും വീട് വിട്ടിറങ്ങാൻ തയ്യാറാകുന്നു. ബാഗുമായി വീട് വിട്ടിറങ്ങാൻ തയ്യാറാകുന്ന രവിയെ ആനന്ദ് വർമ്മയും ദേവിയും സുശീലാമ്മയും കൺമണിയും തടയുന്നു. എന്നാൽ രവി പോകാൻ തന്നെ തീരുമാനിച്ചു നിൽക്കുന്നു. രവിയെ തങ്ങൾ മരുമകനെ പോലെയല്ല, മകനെ പോലെ തന്നെയാണ് കണ്ടതെന്നും ഞങ്ങൾക്ക് 4 ആൺമക്കളാണെന്നും തങ്ങളുടെ മരണം വരെയും മക്കളെല്ലാം തങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സുശീലാമ്മയും ആനന്ദ് വർമ്മയും പറയുന്നു. തുടർന്ന് രവിയുടെ ബാഗ് ആനന്ദ് വർമ്മ പിടിച്ചു വാങ്ങി വെച്ചതിനെ തുടർന്ന് പോകണമെന്ന തീരുമാനത്തിൽ നിന്ന് രവിക്ക് പിന്മാറേണ്ടി വരുന്നു. എന്നാൽ പോകാനിറങ്ങിയ രവി പോകാതിരിക്കുന്നതിനെ തനൂജ പരിഹസിക്കുന്നു. ശേഷം തനൂജ മുറിയടച്ച് ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ കൺമണി ഡോറിൽ മുട്ടുന്നു. ഡോറ് തുറന്ന് തനൂജ കൺമണിയെ കാണുമ്പോൾ എന്തിനാണ് എൻ്റെ മുറിയിൽ വന്നതെന്ന് ആക്രോശിക്കുന്നു. കൺമണി മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ഇത് ഇഷ്ടപ്പെടാതെ തനൂജ കൺമണിയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ ഞാൻ ചേച്ചിയോട് വഴക്കിന് വന്നതല്ലെന്നും ഞാൻ കാരണം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾക്ക് ചേച്ചിയോട് മാപ്പ് ചോദിക്കാൻ വന്നതാണെന്നും ദേഷ്യം മാറിയില്ലെങ്കിൽ എന്നെ തല്ലി ചേച്ചി ദേഷ്യം തീർത്തോ, ഞാൻ ഒരക്ഷരം മിണ്ടാതെ നിന്ന് തല്ലുകൊള്ളുകയേ ഉള്ളൂ എന്നൊക്കെ കൺമണി പറയുന്നു. എന്നാൽ തനൂജയുടെ സംഭാഷണം മറ്റൊരു രീതിയിലേക്ക് മാറുന്നു. കൺമണിയെ രവിയെ ചേർത്ത് അപമാനിക്കാൻ തനൂജ ശ്രമിക്കുന്നു. എന്നാൽ ഇതിനെ മുഖമടച്ച രീതിയിൽ തന്നെ കൺമണി തനൂജയ്ക്ക് മറുപടി നൽകുന്നു. തനൂജയുടെ കരണം അടിച്ച് പൊട്ടിക്കാൻ തനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. ഇത്രയ്ക്ക് അതപ്പതിച്ച് സംസാരിക്കാൻ ചേച്ചിക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും എന്നോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബത്തോടൊപ്പം നന്നായി ജീവിച്ച് കാണിച്ചു തരികയാണ് വേണ്ടതെന്നും അല്ലാതെ നിലവാരമില്ലാതെ അതപ്പതിച്ച് കുടുംബത്തിലുള്ളവർക്ക് നാണക്കേടുണ്ടാക്കിയല്ല വേണ്ടതെന്നും പറഞ്ഞ് കൺമണി മുറിവിട്ടു പോകുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷം. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.